ഹായ് ഫ്രണ്ട്സ്, ഒരിക്കലും മറ്റുള്ളവരിൽ നിന്നും പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല ബഹുമാനം, റെസ്പെക്റ്റ്. അത് അവരെ അറിഞ്ഞ് നമുക്ക് തരുന്നതാണ്, അല്ലേ? അങ്ങനെ ഈ സമൂഹവും സമൂഹത്തിലെ ആൾക്കാരും നമുക്ക് റെസ്പെക്റ്റ് തരണമെങ്കിൽ നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, അവരൊക്കെ നമുക്ക് റെസ്പെക്റ്റ് തരണമെങ്കിൽ നമ്മളുടെ ആ ഒരു സ്റ്റാൻഡേർഡ്, നമ്മുടെ നിലവാരം ഉയർന്നതായിരിക്കണം, അല്ലേ? അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ, അങ്ങനെയുള്ള പേഴ്സൺസിന് മാത്രമേ ഈ ഒരു സമൂഹവും അല്ലെങ്കിൽ സമൂഹത്തിലെ ആൾക്കാരും റെസ്പെക്റ്റ് ചെയ്യത്തുള്ളൂ. സോ അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്പർ 1, അധികം സംസാരിക്കാതിരിക്കുക. നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണോ അത് മാത്രം സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ചിലര് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വാതോരാതെ സംസാരിക്കും. ആ സമയത്ത് അത് കേട്ടിരിക്കുന്ന വ്യക്തിക്ക് ഇറിറ്റേറ്റ് ആകും. ആ സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളുടെ മേലുള്ള ആ ഒരു റെസ്പെക്റ്റ് കുറേശ്ശെയായിട്ട് കുറയുവാൻ വേണ്ടി തുടങ്ങും. സോ നമ്മുടെ റെസ്പെക്റ്റ്, നമ്മുടെ വാല്യൂ നമ്മൾ തന്നെയാണ് ഈ ഒരു ടൈമിൽ, ഈ ഒരു സിറ്റുവേഷൻസിൽ ഇല്ലാതാക്കുന്നത്. സോ അധികം സംസാരിക്കാതിരിക്കുക. ഓക്കെ. നമ്പർ 2, ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക. നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത് എന്താണോ അത് മാത്രം ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അവർ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ മാത്രം അതിനുള്ള ആൻസർ പറയുക, അല്ലാതെ നിങ്ങൾ ആവശ്യത്തിലധികം സംസാരിക്കാതിരിക്കുക. ഓക്കെ. നമ്പർ 3, നിങ്ങൾ എല്ലാവർക്കും അവൈലബിൾ ആവാതിരിക്കുക. ഏത് സമയത്തും നിങ്ങൾ എല്ലാവർക്കും അവൈലബിൾ ആവാതിരിക്കുക. ചിലരുണ്ടാകും എവിടെയും ഓടിയെത്തുന്ന ചിലർ. ആരെന്തു പറഞ്ഞാലും അതവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. ഒരു പക്ഷേ അവർക്ക് എന്തെങ്കിലും അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, എന്നാൽ കൂടി മറ്റുള്ളവർ പറഞ്ഞതാണല്ലോ എന്ന് കരുതിയിട്ട് ഒരു അർജൻറ്റ് അവിടെ മാറ്റി വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ താല്പര്യം കാണിക്കുന്ന ചിലരുണ്ടാകും. ഇങ്ങനെ എല്ലായിടത്തും നമ്മൾ അവൈലബിൾ ആണെങ്കിൽ അവർ നമ്മുടെ മേലുള്ള ആ ഒരു റെസ്പെക്റ്റ് അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകത്തില്ല. കാരണം അവർ ചിന്തിക്കും, നമ്മൾ എന്ത് പറഞ്ഞാലും അവനത് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവളത് കേൾക്കും, വേറൊരു പണിയുമില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മുഴുവൻ അവർ ചെയ്തു തരുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത് എന്നൊരു ചിന്ത അവർക്ക് വരും. സോ നിങ്ങളെ തന്നെ ബിസിയാക്കി നിർത്തുക. എല്ലാ സ്ഥലത്തും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവൈലബിൾ ആവാതിരിക്കുക. ഓക്കെ. നമ്പർ 4, ആരെയും അധികമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഒരു വ്യക്തി എല്ലാ കാര്യത്തിനും മറ്റൊരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു പക്ഷേ അവരുടെ പണം കണ്ടിട്ടാവാം, അല്ലെങ്കിൽ അവരുടെ പദവി കണ്ടിട്ടാവാം. ഓക്കെ. ഇതിലേത് തന്നെയാണെങ്കിലും അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു റെസ്പെക്റ്റ് കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങും. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മേലുള്ള ആ ഒരു റെസ്പെക്റ്റ് നഷ്ടമാവുകയും ചെയ്യും. സോ ഇത് നമ്മുടെ നിലവാരം താഴ്ത്തുന്ന ഒരു ഹാബിറ്റാണ്. അതുകൊണ്ട് ഈ ഒരു ഹാബിറ്റ് തീർച്ചയായിട്ടും നമ്മൾ അവോയ്ഡ് ചെയ്യുക. നമ്പർ 5, ഫോക്കസ് ഓൺ യുവർ വാല്യൂ. നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്, നമ്മുടെ വാല്യൂ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേജിലേക്ക് എത്തും, അല്ലേ? ഈ ഫിനാൻഷ്യൽ സ്റ്റേജിലേക്ക് കടക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? നമ്മുടെ വാല്യൂ എന്താണെന്ന് അറിയണം. എങ്കിൽ മാത്രമേ നല്ല ജോബ് കിട്ടത്തുള്ളൂ, എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ബിസിനസ്മാനായി മാറാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്കറിഞ്ഞാൽ മാത്രമേ അത് സമൂഹത്തിന് അറിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞതെല്ലാം നമ്മുടെ പക്കലെത്തുകയുള്ളൂ. സോ നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് നോക്കുക, നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ വാല്യൂ ഉണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേലെ റെസ്പെക്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ. നമ്പർ 6, ഓൺ ടൈമിൽ പ്രസൻറ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളൊരു വ്യക്തിയോട് ഞാൻ ഇന്ന ടൈമിൽ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ടൈമിൽ തന്നെ അവിടെ എത്താൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക. ഓക്കെ. ആ എത്താമെന്ന് പറഞ്ഞ ടൈമിനേക്കാളും ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റ് മുന്നേ എങ്കിലും നിങ്ങൾ ആ ഒരു സ്ഥലത്തിൽ എത്തുക. ഇപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ വൈകുന്നേരം ഒരു 6:30 അല്ലെങ്കിൽ 6 മണിക്കോ കാണാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ 6 മണി എന്ന സമയത്തിൽ ഒരു 5:50 അവിടെ പ്രസൻ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ ആ മീറ്റ് ചെയ്യാൻ വരുന്ന ആ ആൾക്ക് നിങ്ങളുടെ മേലെ നേരത്തെ വന്നല്ലോ, നമ്മളെ റെസ്പെക്റ്റ് ചെയ്ത് ഒരു വ്യക്തി നമ്മളെ കാണാൻ വന്നല്ലോ എന്നൊരു തോന്നലുണ്ടാവും, അല്ലേ? അങ്ങനെ അവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ നിലവാരം, നമ്മളുടെ ആ ഒരു സ്റ്റാൻഡേർഡ് അവിടെ ഉയർന്നു നിൽക്കും. ഓക്കെ. നമ്പർ 7,
മറ്റുള്ളവരെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചിലരുണ്ടാകാം അവർക്ക് മാത്രമേ എല്ലാം അറിയത്തുള്ളൂ എന്ന ആ ഒരു മനോഭാവം വെച്ച് നടക്കുന്നവർ, അല്ലേ? ചിലർ ഒരു ചെറുപ്പം മുതലേ വയസ്സിനും ജോബിനും ബന്ധങ്ങൾക്കുമൊക്കെ ബന്ധങ്ങൾക്കൊക്കെ ബഹുമാനം കൊടുക്കുന്ന അത് ചെറുപ്പം മുതലേ ശീലിച്ചവരും ഉണ്ടാകാം, അല്ലേ? ഇപ്പോൾ വാച്ച്മാൻ ആയാലും ശരി, സെക്യൂരിറ്റി ആയാലും ശരി, ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന സെർവൻ്റ് ആയാലും ശരി, നമ്മൾ അവരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇപ്പോൾ അവരെ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്ത് തരുമ്പോൾ ജസ്റ്റ് ഒരു താങ്ക് യു പറയാം. ആ ഒരു സമയത്ത് അവരുടെ മുഖത്തൊരു സ്മൈല് വരും. നമ്മളെ റെസ്പെക്റ്റ് ചെയ്ത ഒരാൾ നമ്മളോട് താങ്ക് യു പറയുന്നുണ്ടല്ലോ എന്നൊരു ഫീല്, ആ ഒരു ചിന്ത അവരുടെ മൈൻഡിലേക്ക് വരും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ നിലവാരം, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എത്രയോ മികച്ചതായിട്ട് ഉയരും. ഓക്കെ, നമ്മളുടെ സ്വഭാവ ഗുണനിലവാരം, മറ്റുള്ളവരെ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളും അവരെ ആദ്യം റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്, ഇങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. സോ എൻ്റെ ഒരു ഹാബിറ്റ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് എന്നെ തന്നെ ലൈക്ക് ചെയ്യാൻ വയ്ക്കുന്ന, എന്നെ തന്നെ റെസ്പെക്റ്റ് തോന്നുന്ന ഒരു ഹാബിറ്റ്സാണ് ഈ ഒരു ഹാബിറ്റ്സ്. സോ നിങ്ങളും ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, കൊടുത്ത വാക്ക് നിറവേറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നമ്മൾ ഒരാൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യമാണെങ്കിൽ നോ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നോ പറയാൻ വേണ്ടി ശ്രമിക്കുകയല്ല, നോ പറയുന്ന ഒരു ഹാബിറ്റ് നിങ്ങൾ വളർത്തിയെടുക്കുക. നിങ്ങളെ കൊണ്ട് കഴിയാത്ത കാര്യമാണെങ്കിൽ നേരത്തെ തന്നെ അവരോട് നോ പറയാന്നുണ്ടെങ്കിൽ അവരത് വേറൊരു വ്യക്തിയോട് പോയിട്ട് അപ്രോച്ച് ചെയ്യും. മാത്രമല്ല, പറ്റില്ല എന്നുള്ള കാര്യം പറ്റില്ല എന്ന് പറയാന്നുണ്ടെങ്കിൽ ഒരു റെസ്പെക്റ്റ് നിങ്ങളുടെ മേലെ അവർക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാവും. പറ്റില്ല എന്നുള്ള കാര്യം അവരെന്തായാലും പറഞ്ഞല്ലോ, അത് തന്നെ സന്തോഷം എന്നൊരു രീതിക്ക് നിങ്ങളുടെ മേലൊരു റെസ്പെക്റ്റ് വരും. നിങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് പിന്നാലെ ചുറ്റി നടക്കാൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മേലുള്ള അവർക്കുള്ള ആ ഒരു റെസ്പെക്റ്റ്, ബഹുമാനം അത് ഇല്ലാതാവും. സോ ഈ ഒരു കാര്യം നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്പർ 9, നല്ല സൗഹൃദങ്ങൾ വളർത്തിയെടുക്കുക. നിങ്ങൾ ആരെ എന്നറിയാൻ നിങ്ങളുടെ സുഹൃത്തിനെ നോക്കിയാൽ മനസ്സിലാകുമെന്ന് പറയാറില്ലേ? നിങ്ങളുടെ ചുറ്റും ഏത് തരത്തിലുള്ള വ്യക്തികളാണ് ഉള്ളത്, നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ശരി, ഓഫീസ് കൊളീഗ്സ് ആയാലും ശരി, ഫാമിലി മെമ്പേഴ്സ് ആയാലും ശരി, അവരുടെയൊക്കെ ക്യാരക്ടർ ബേസ് ചെയ്തിട്ടാവും നിങ്ങളെ ഈ സമൂഹം വിലയിരുത്തുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം അവരങ്ങനെ ആയത് എൻ്റെ തെറ്റല്ലല്ലോ, അല്ലെങ്കിലും ഈ സമൂഹം പറയുന്നതനുസരിച്ച് നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഇങ്ങനെ ഒരു തോട്ട് നിങ്ങളുടെ മൈൻഡിൽ എന്തായാലും വരാം. ബട്ട് ചില കാര്യങ്ങൾ നമ്മൾ നേടണമെങ്കിൽ നമുക്ക് ഈ സമൂഹത്തെയും നോക്കേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മളുടെ ഫ്രണ്ട്സ് സർക്കിൾ കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടും അവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്തായാലും നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമ്മളുടെ ചുറ്റും നമ്മൾ നല്ല ഫ്രണ്ട്സും നല്ല ഫ്രണ്ട്സിനെ നല്ലൊരു ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് നമ്മളുടെ നിലവാരം ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഓക്കെ, ഹാബിറ്റാണ്. ഓക്കെ, നമ്പർ 10, എപ്പോഴും ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കുന്നത് നിർത്തുക. ഏത് ടൈമിലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഇപ്പോൾ നിങ്ങൾ ഒരാളോട് എപ്പോഴും ക്യാഷ് ചോദിക്കുന്ന ശീലമുണ്ടെങ്കിൽ അവരെ എവിടെ വെച്ച് നിങ്ങളെ കണ്ടാലും അവരൊന്ന് പേടിക്കും. നിങ്ങളുടെ മേലുള്ള ഒരു ബഹുമാനം തന്നെ അവർക്ക് നഷ്ടപ്പെടും. അയ്യോ, ഇവനെയാണല്ലോ കണ്ടത്, എന്തായാലും ഇവൻ പൈസ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നേർക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇവൻ ഫോൺ വിളിക്കുന്നത് തന്നെ പൈസ ചോദിക്കാൻ വേണ്ടിയിട്ടാവും എന്നൊരു തോട്ട് നിങ്ങളുടെ മേലെ അവർക്ക് ഉണ്ടാവും. സോ നമ്മൾ എല്ലായ്പ്പോഴും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചോദിക്കാതിരിക്കാം. ഓക്കെ, ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ തന്നെ ഈ ഒരു കാര്യം എഫക്റ്റ് ചെയ്തേക്കാം. ഒരു കാര്യം എന്നും ശ്രദ്ധിക്കുക, ഹെൽപ്പ് ഒരു വട്ടമോ 2 വട്ടമോ മാത്രമേ ലഭിക്കത്തുള്ളൂ. ജീവിതകാലം മുഴുവനും ആർക്കും നമ്മെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. വീണെടുത്ത് നിന്ന് നമ്മൾ വേണം എണീക്കാൻ വേണ്ടിയിട്ട്. എല്ലാ സമയത്തും നമുക്ക് കൈത്താങ്ങായിട്ട് പിന്നിൽ ആരും ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരാളെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല, ഒരാളോട് കൂടുതലായിട്ട് ഹെൽപ്പ് ചോദിക്കാനും പാടില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, മറ്റുള്ളവരോട് പറയുന്നത് എന്താണെന്ന് കേൾക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. അവരെന്താണ് പറയാൻ ശ്രമിക്കുന്നത്, അവരുടെ പ്രോബ്ലംസ് എന്താണ്, ഇങ്ങനെ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അവർ സംസാരിക്കുമ്പോൾ നമുക്കും കുറേ ക്വസ്റ്റ്യൻസ് വരും.
പക്ഷേ അതെല്ലാം അവർ പറഞ്ഞതിന് ശേഷം മാത്രം അവരോട് ചോദിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളോട് പറയുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ മേലെ റെസ്പെക്റ്റ് വരും. കാരണം നമ്മുടെ പ്രോബ്ലംസും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവർ കേൾക്കുന്നുണ്ടല്ലോ, നമ്മളെയും ബഹുമാനിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അതിന് സൊല്യൂഷൻ പറയുമല്ലോ എന്ന് കരുതിയിട്ട് നമ്മുടെ മേലെ മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ് വരും. ഇതും നമ്മുടെ സ്വഭാവം ഉയർത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഉയർത്തുന്ന ഒരു ഹാബിറ്റാണ്. നെക്സ്റ്റ് വൺ, തെറ്റ് പറ്റിയാൽ അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ഭാഗത്ത് തെറ്റ് പറ്റുകയാണെങ്കിൽ അത് ഞാനാണ് ചെയ്തത്, ഇനി മേലാൽ ഇത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇനി തൊട്ട് ഞാനിത് ശ്രദ്ധിച്ചു കൊള്ളാമെന്ന് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അങ്ങനെയുള്ളൊരു ഹാബിറ്റ് നിങ്ങളിലേക്ക് വളർത്തിയെടുക്കുക. നിങ്ങളുടെ ഭാഗത്ത് തെറ്റുപറ്റിയാൽ അതെന്തായാലും അത് ഞാൻ തന്നെയാണ് ചെയ്തത് എന്നൊരു ഒരു കോൺഫിഡൻസോടു കൂടി പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത് മറ്റുള്ളവർക്ക് നിങ്ങളോട് റെസ്പെക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഹാബിറ്റാണ്. ഓക്കെ, അടുത്തത്, മറ്റുള്ളവരുടെ തെറ്റ് അത് പബ്ലിക്കായിട്ട് ചൂണ്ടിക്കാണിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് അവരെ പേഴ്സണലായിട്ട് വിളിച്ച് വരുത്തിയിട്ട് അത് ചൂണ്ടിക്കാണിക്കുക. ഓക്കെ, എല്ലാവരുടെ ഇടയിൽ നിന്ന് അവരെ മാത്രം വിളിച്ച് നമ്മൾ അവരുടെ തെറ്റ് പറയുമ്പോൾ അവർക്ക് തോന്നിയേക്കാം അവരുടെ മുന്നിൽ നിന്നൊന്നും നമ്മളുടെ മിസ്റ്റേക്ക് പറഞ്ഞില്ലല്ലോ എന്നൊരു തോട്ട് അവരുടെ മൈൻഡിൽ വരും. സോ നമ്മളറിയാതെ നമ്മുടെ ഒരു ഹാബിറ്റ്, ഒരു സ്റ്റാൻഡേർഡ് വളർത്തിയെടുക്കുന്ന ഒരു ഹാബിറ്റ് കൂടിയാണ് ഈ ഒരു ഹാബിറ്റ്. നമ്മൾ വലുതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും മുന്നിലും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി സംസാരിക്കാതിരിക്കുക. അവരുടെ തെറ്റുകൾ പബ്ലിക്കായിട്ട് ചൂണ്ടിക്കാണിക്കാതെ അവരെ വിളിച്ചു വരുത്തി പേഴ്സണലായിട്ട് ആ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക. ചിലർ മറ്റുള്ളവരെ ഏത് സമയത്തും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഒരാളെ നെഗറ്റീവ് പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളെ നെഗറ്റീവ് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര ഹേർട്ടാവുന്നു അതുപോലെ തന്നെയാണ് നിങ്ങൾ നെഗറ്റീവ് പറയുന്ന ആ ഒരു വ്യക്തിക്കും ഹേർട്ടാവുന്നത്. സോ നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും നിങ്ങളുടെ ആ ഒരു കൂട്ടുകെട്ടിൽ നിന്നും അകന്നു പോകത്തേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് കൊണ്ട് കുറേ കഴിയുമ്പോൾ അവർക്കൊക്കെ നിങ്ങളെ കാണുമ്പോൾ ഒരു വെറുപ്പ് വരാൻ തുടങ്ങും. നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെ അവരൊക്കെ സ്റ്റോപ്പ് ചെയ്യും. നിങ്ങളുടെ ചുറ്റിയുള്ള ഒരു സർക്കിൾ തന്നെ ഇല്ലാതായി പോകും. നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളോട് കൂട്ടുകൂടാൻ ആരും തന്നെ തയ്യാറാവില്ല. സോ ആരെക്കുറിച്ചും കുറ്റം പറയാതിരിക്കുക. ഓക്കെ, ലാസ്റ്റ് വൺ, ഹെൽപ്പ് ടു അതേഴ്സ്. ഒരു പക്ഷേ നമ്മുടെ ഹാബിറ്റ്സിൽ നമ്മുടെ സ്വഭാവ ഗുണനിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹാബിറ്റാണ് മറ്റുള്ളവരെ സഹായിക്കുന്നതും മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നതും. ഓക്കെ, നമുക്ക് ക്യാഷായിട്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ നോളജ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ്, നമ്മുടെ ബുക്സ്, ഇതൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ ഒരു 15 പോയിൻറ്റ്സ് നമ്മളുടെ സ്വഭാവ ഗുണനിലവാരം, നമ്മുടെ സ്റ്റാൻഡേർഡ് ഉയർത്തുന്ന, നമുക്ക് ഈ സമൂഹം റെസ്പെക്റ്റ് തരണമെങ്കിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ട ചില ഹാബിറ്റ്സ്, നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ചില ഹാബിറ്റ്സാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പങ്കുവച്ചത്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു മൊബൈലിൽ നിന്നാണ്. അതുകൊണ്ട് അതിൻ്റെ ലിമിറ്റേഷൻസൊക്കെ ഈ ഒരു വീഡിയോയ്ക്കകത്തുണ്ട്. സോ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.